എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം യുവ ക്രിക്കറ്ററായ പ്രിതീഷ് പവനാണുള്ളത്. അദ്ദേഹം അണ്ടർ 19 കേരള ക്രിക്കറ്റ് അംഗമായിരുന്നു. ഇപ്പോൾ സ്വാൻസൺ ക്ലബിന് വേണ്ടി കളിക്കുന്നുണ്ട്. അതേപോലെ തന്നെ KCLന്റെ ഭാഗവുമാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ യാത്രയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. ഈ ഒരു ഫീൽഡിലെ ഇൻസ്പിറേഷൻ ആയിട്ട് അല്ലെങ്കിൽ റോൾ മോഡൽ ആയിട്ട് കാണുന്ന ആരെയാണ്? എനിക്ക് 2 റോൾ മോഡലുണ്ട്. ഫസ്റ്റ് എൻ്റെ അച്ഛൻ. അച്ഛൻ കളിക്കും. പ്രൊഫഷണലായിട്ട് ഇപ്പോഴും കളിക്കാറുണ്ട്. അച്ഛനെ കണ്ടിട്ട് എനിക്കൊരു ഇൻട്രസ്റ്റ് വന്നു ഈ ഗെയിമിലേക്ക്. സെക്കൻഡ് സുരേഷ് റൈന. പുള്ളിനെ കണ്ടിട്ടാണ് ഞാൻ എൻ്റെ ബാറ്റിംഗ്, ബോളിംഗ് എല്ലാം പുള്ളിനെ കോപ്പി ചെയ്തിട്ടാണ് ഞാൻ കളിക്കാൻ തുടങ്ങിയത്. ഈ 2 പേരാണ് എൻ്റെ റോൾ മോഡൽ. സ്വാൻഡൻസ് ക്രിക്കറ്റ് ക്ലബിന് വേണ്ടി കളിച്ച താങ്കളുടെ അനുഭവത്തെ പറ്റി പറയാമോ? അത് താങ്കളെ ഒരു ക്രിക്കറ്ററായിട്ട് എങ്ങനെ മാറ്റിയെന്നുള്ളത് പറ്റി. ഓക്കെ, അപ്പോൾ ഒരു ചെറിയ പ്രായം തൊട്ട് എൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് ഡ്രീം ആയിരുന്നു സ്വാൻസ് ക്ലബ്ബിൽ കളിക്കാൻ. ബിക്കോസ് ആ ടൈമിൽ കളിക്കുന്ന പ്ലേയേഴ്സും നല്ല എക്സ്പീരിയൻസ്ഡും അത്യാവശ്യം ലെവൽ കളിക്കുന്ന പ്ലേയേഴ്സ് ആയിരുന്നു. അപ്പോൾ ആ ടീമിൽ കയറാൻ തന്നെ അത്യാവശ്യം പാടായിരുന്നു. പെർഫോം ചെയ്താൽ മാത്രമേ ടീമിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ പെർഫോം ചെയ്തിട്ടാണ് ടീമിൽ കയറിയത്. അപ്പം അങ്ങനെ അവരുടെ കൂടെ കളിച്ചിട്ട് നല്ല എക്സ്പീരിയൻസും കിട്ടി. അതെല്ലാം നല്ല ഹെൽപ്പും ചെയ്തിട്ടുണ്ട്. വരാനിരിക്കുന്ന വർഷങ്ങളിൽ നിങ്ങളുടെ ക്രിക്കറ്റ് കരിയർ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പൊ കേസിൽ കഴിഞ്ഞു. അവിടെ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒന്നും ഉണ്ടായില്ല. പക്ഷെ ഇനി അടുത്ത വർഷം കേസിൽ തിരിച്ചു വന്ന് നല്ലോണം പെർഫോം ചെയ്യണം എനിക്ക്. പിന്നെ വിത്തിൻ 3-4 ഇയേഴ്സ് രഞ്ജി ട്രോഫി കേരള റിപ്രസെന്റ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് ഗോൾ. ഇപ്പോൾ ഇതുവരെ നടന്ന നിങ്ങളുടെ ക്രിക്കറ്റ് യാത്രയെ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും വലിയ നേട്ടമായി കാണുന്നത് എന്താണ്? ഞാൻ ആക്ച്വലി ദുബായിലായിരുന്നു 8ാം ക്ലാസ് വരെ. അവിടെ കളിക്കുമായിരുന്നു ഞാൻ. പിന്നെ ക്രിക്കറ്റ് സീരിയസ് ആയിട്ട് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് 8ാം ക്ലാസ് കഴിഞ്ഞിട്ട്. ഇവിടെ വന്നിട്ട് ആദ്യത്തെ 3-4 വർഷം ഞാൻ അങ്ങനെ കേരളം ഒന്നും റിപ്രസെന്റ് ചെയ്തില്ല. അങ്ങനെ ഒന്നും ശരിയായില്ല എനിക്ക് വേണ്ടി. പിന്നെ അണ്ടർ 19 ആണ് ഫസ്റ്റ് കേരള റിപ്രസെന്റ്. അപ്പൊ അതാണ് ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്റെ ക്രിക്കറ്റിംഗ് കരിയറിൽ. ഗ്ലോബ്സ്റ്റേഴ്സ് ടീമിൽ നിങ്ങൾ വഹിക്കുന്ന പ്രധാന പങ്ക് എന്താണ്? ടീമിന്റെ തന്ത്രങ്ങളിലും പ്രകടനത്തിലും നിങ്ങൾ നൽകുന്ന സംഭാവനയെക്കുറിച്ച് വിശദമാക്കാം. ഓക്കെ, സോ ബേസിക്കലി കേസിൽ എന്ന് വെച്ചാൽ ഓരോ പ്ലേയേഴ്സിനും ഓപ്ഷൻ ബേസിസിലാണ് എടുക്കുന്നത് ടീമിലേക്ക്. അപ്പൊ 6 ടീമുണ്ട്. ഈ ഓപ്ഷൻ തുടങ്ങുന്ന മുമ്പ് തന്നെ കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സിന്റെ ഒരു മാനേജർ എന്നെ വിളിച്ചായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഒരു സീനിയർ പ്ലെയർ ഉണ്ട്, അഖിൽസ്കറിയ. പുള്ളി എന്നെ വിളിച്ചായിരുന്നു. എൻ്റെ അടുത്ത് എൻ്റെ ടീമിന്റെ റോൾ എന്താണെന്നും പറഞ്ഞായിരുന്നു. ഒരു ക്ലാരിറ്റി തന്നു. ടൂർണമെന്റ് തുടങ്ങുന്ന മുമ്പ് തന്നെ പറഞ്ഞായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഒരു 2 വീക്സ് ക്യാമ്പ് ഉണ്ട് ചെന്നൈ വെച്ച്. അവിടെ ഓരോരുത്തരുടെ റോൾ എന്താ, അതിന്റെ അക്കോർഡിംഗ് ആ പ്രാക്ടീസ് എല്ലാം ചെയ്ത്. അപ്പൊ അതൊക്കെ നല്ലോണം ഹെൽപ്പ് ചെയ്തു. പിന്നെ എല്ലാം ഭയങ്കര ക്ലാരിറ്റി ഉണ്ട് കളിക്കാൻ പോയപ്പോൾ. കേരള അണ്ടർ 19 ക്രിക്കറ്റ് കളിച്ചപ്പോൾ താങ്കൾ നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? അതിനെ എങ്ങനെയാണ് മറികടന്നത്? അപ്പൊ ആദ്യമായിട്ട് കേരള റിപ്രസെന്റ് ചെയ്ത കാറ്റഗറിയാണ് അണ്ടർ 19. എൻ്റെ കൂടെ കളിച്ച പ്ലേയേഴ്സ് എല്ലാം അണ്ടർ 14 അണ്ടർ 6 റിപ്രസെന്റ് ചെയ്തായിരുന്നു ആ ടൈമിൽ. അപ്പൊ അവിടെ പോയി കളിക്കുമ്പോൾ ക്വാളിറ്റി നല്ല വ്യത്യാസമുണ്ട് ഇവിടുത്തെ ക്രിക്കറ്റ് വെച്ച്. അതായിരുന്നു ഒരു ബുദ്ധിമുട്ട് അവിടെ പോയപ്പോൾ. പക്ഷെ അത് എൻ്റെ കോച്ചസും എൻ്റെ കൂടെ കളിച്ച പ്ലേയേഴ്സ് എല്ലാം ഹെൽപ്പ് ചെയ്തു. അവര് കുറെ ടിപ്സും എല്ലാം പറഞ്ഞു തന്ന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ അവിടെ പോയി കളിച്ചപ്പോൾ 2 വർഷം നീണ്ട കേരള അണ്ടർ 19 അനുഭവം ഇപ്പോൾ കോഴിക്കോട് ഗ്ലോബ്സ്റ്റേഴ്സ് ടീമിനൊപ്പം കളിക്കുമ്പോൾ നിങ്ങളെ എങ്ങനെ തയ്യാറാക്കി? കേരള കളിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല, അവിടുത്തെ ക്വാളിറ്റി നല്ല വ്യത്യാസമുണ്ട് ഇവിടുത്തെ ക്രിക്കറ്റ് വെച്ച്. ഇപ്പൊ KCL പോലത്തെ ഒരു ടൂർണമെന്റ് കളിക്കാൻ പോകുമ്പോൾ അവിടുത്തെ എക്സ്പോഷറും എല്ലാം സെയിം അണ്ടർ 19 കളിക്കുന്ന സെയിം ക്വാളിറ്റി തന്നെയാണ്. അപ്പൊ അവിടെ കളിച്ചപ്പോൾ ഒരു നല്ല എക്സ്പീരിയൻസ് കിട്ടി. സ്റ്റേറ്റ് കളിച്ചപ്പോൾ ആ എക്സ്പീരിയൻസ് ഇവിടെയും ഹെൽപ്പ് ചെയ്തു കളിക്കാൻ പോയപ്പോൾ. പിന്നെ എൻ്റെ കൂടെ കളിച്ച പ്ലേയേഴ്സ് തന്നെ അപ്പുറത്തെ ടീമിലൊക്കെ കളിക്കണം ഇപ്പോൾ കേസിൽ. അപ്പൊ അവരുടെ വീക്ക്നെസ്സസ് എല്ലാം അറിയാം. അത് നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് തന്നെ. താങ്ക് യു പ്രീതീഷ്. നിങ്ങളുടെ വിലയേറിയ സമയം നമുക്ക് വേണ്ടി മാറ്റിവെച്ചതിനും ഇനിയും ക്രിക്കറ്റിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ, ഒരുപാട് പേർക്ക് പ്രചോദനമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിവിടെ നിർത്തുന്നു. നന്ദി.